ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വൈകുന്നേരത്തിൽ ഒരു പഠന രീതി എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4:30 ആവുന്ന സമയത്ത് ഇന്ന് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അതായത് ഒരു 4:30-ക്കൊക്കെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഇരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു ടൈമാണ് കേട്ടോ. കാരണം രാവിലെ ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു ടൈമിലും, അതായത് ഈ ഒരു സമയത്ത് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് മൈൻഡ് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ചിലപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങും, അതല്ലാന്നുണ്ടെങ്കിൽ എഴുതാനോ പഠിക്കാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു സമയമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പഠിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട് ഈ ഒരു 5 മണി കേട്ടോ, ഒരു 5 ടു രാത്രി ഒരു 8, 9 എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് മനസ്സിലാവാറുണ്ട് ആ ഒരു സമയത്ത് പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി 11 റാങ്ക് ഫയൽ തന്നെയാണ്. എന്നോട് ഒരുപാട് പേര് കമൻസിലൂടെ ചോദിക്കുന്നുണ്ട് ഏത് റാങ്ക് ഫയലാണ് നല്ലത്, ഏത് പഠിച്ചാലാണ് മനസ്സിലാവുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് റാങ്ക് ഫയലുകളുണ്ട്. ടാലൻറ്റ്, ലക്ഷ്യ, സൈലം, അതുപോലെ ഒരുപാട് അക്കാദമികൾ അവരുടെ റാങ്ക് ഫയൽ അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റാങ്ക് ഫയലുകൾ നിങ്ങളുടെ ചുറ്റും PSC പഠിക്കുന്നവരുണ്ടാവുമല്ലോ, അവരോടൊന്ന് അന്വേഷിക്കുക. അതായത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ റാങ്ക് ഫയൽ ഒന്ന് മേടിച്ച് വായിച്ചു നോക്കുക ചെയ്തു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഫയലിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു റാങ്ക് ഫയൽ നിങ്ങൾ മേടിക്കുന്നതാവും നല്ലത്. കാരണം ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു റാങ്ക് ഫയൽ മേടിക്കുക എന്ന് പറയുമ്പോൾ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം അവർ പഠിക്കാൻ തുടങ്ങി അവർക്കത് ഓക്കെ, ഈ ഒരു റാങ്ക് ഫയൽ നല്ലതാണ് എന്ന് തോന്നിയിട്ടായിരിക്കും അവരത് മേടിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്കത് കംഫർട്ടബിൾ ആവണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓൾറെഡി പഠിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ അവരുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നത് ഏതാണോ ആ ഒരു റാങ്ക് ഫയൽ മേടിച്ച് ഉപയോഗിക്കുന്നതാവും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. പിന്നെ വേറൊരു കാര്യം, എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്ര വർഷമായി ഞാൻ PSCയിലോട്ട് വന്നിട്ട് എത്രയായി പഠിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാടൊന്നും ആയിട്ടില്ല, ഒരു 1 ഇയർ അത്രയും ഞാൻ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ജോലി കിട്ടും. മീൻസ് ഞാൻ LDCക്കൊക്കെയാണ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ LDC എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു വർഷം ആ ഒരു ടൈമേ ആയിട്ടുള്ളൂ. ഇടയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നിർത്തും, പോവും, പിന്നെയും പഠിക്കും, പിന്നെയും വരും, പിന്നെയും പോവും, ആ ഒരു ലെവലിലായിരുന്നു എൻ്റെ പഠിത്തം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ പഠിക്കാനിരുന്നിരിക്കുന്നത് ഈ ഒരു 1 ഇയർ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, BFA, ബെവ്കോ അതൊക്കെ വരാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ കുറച്ചുകൂടെ അത് ഇരുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈവനിങ് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർസ് ഈ കാര്യങ്ങളും പിന്നെ റിവിഷൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഈവനിങ് ടൈമിൽ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മലയാളമാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു മലയാളത്തിൻ്റെ ഈ വൊക്കാബുലറി സംഭവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാമറൊക്കെ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണത് പഠിച്ചാൽ മനസ്സിലാവുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച്, അതായത് ഒരു ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിച്ച് വന്നൊരു കുട്ടിക്ക് ഈ ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പാട് തന്നെയാണ്, അതിൽ ഡൗട്ടൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 വീതം നിങ്ങൾ പഠിച്ചു പോവുക. ഈ വിപരീത പദം, അതുപോലെ സമാന പദം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡെയിലി ഒരു 5 വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം പഠിക്കുന്ന സമയത്ത് അത് എടുത്ത് 5 ഇന്ന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം പഠിക്കുന്ന സമയത്ത് അത് വീണ്ടും 5 പഠിക്കുക, പിന്നെ അത് 10 റിവിഷൻ ചെയ്യുക, പിന്നെ അടുത്ത ദിവസം 5 പഠിക്കുക, അത് 15 ആക്കുക. അങ്ങനെ പോകുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷും. ഈ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും തന്നെ അതുപോലെ ഓരോരോ കാര്യങ്ങളും അതിൽ പഠിക്കുന്നത് 5 നമ്മുടെ ഈ അനോണിംസ് അതൊക്കെ ഉണ്ടാവുമല്ലോ, അത് പഠിക്കുമ്പോഴും ഈ 5 വീതം പഠിച്ചു പോകുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മലയാളമാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ ശരി, തെറ്റ്, വിപരീത പദം, ആ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറ്. ഞാൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് പഠിക്കണ്ടോ, കാരണം എനിക്ക് ഈ ഏരിയ ഇപ്പോൾ കുറച്ച് അറിയാം. കാരണം ഞാനിപ്പോൾ കുറച്ച് ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം മലയാളം കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്യാവശ്യം ഇത് വലിയ പ്രശ്നമില്ലാത്ത ഒരു ടോപ്പിക്കാണ്. കാരണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലും എങ്ങനെ പോയാലും ഒരു 7-8 മാർക്ക് എനിക്ക് മാക്സിമം കിട്ടും. 1-2 ഒക്കെ തെറ്റാറുള്ളൂ. പിന്നെ അറിയാത്തത് വിട്ട് കളയുന്നല്ലാതെ തെറ്റിക്കുന്നത് ഭയങ്കര കുറവാണ്. കാരണം
ഇതിൽ കുറച്ചുകൂടെ ഞാൻ ഒരുപാട് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഈ മലയാളം എന്നൊക്കെ പറയുന്നത് LDCയുടെ ടൈമിലൊക്കെ. അതുകൊണ്ട് തെറ്റിക്കൽ ഭയങ്കര കുറവാണ്. ഞാൻ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ട് കളയും, അല്ലാതെ തെറ്റിക്കാനായിട്ട് ഞാനിപ്പോൾ നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. പിന്നെ ഇത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, നമ്മുടെ വെർബ്, അഡ്വർബ്, പ്രപ്പോസിഷൻസ്, ഇൻ്റർജെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഗ്രാമർ സെക്ഷൻ എനിക്ക് കുറച്ച് അങ്ങനെ വലിയ ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈവനിങ് ടൈമിൽ മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പഠിക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് നേരം ഇരുന്ന് വായിച്ചു. ഇതൊരു 6 മണി ആ ഒരു സമയത്തോട് അടുക്കുമ്പോഴുള്ളൊരു ടൈം ടേബിളാണ് കേട്ടോ. ഒരു 6 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇത് നോക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മോരുവെള്ളം കുടിച്ചു കേട്ടോ, കാരണം നമുക്കിവിടെ ചൂട് തുടങ്ങി. ഞാൻ പാലക്കാടാണ്, അപ്പോൾ കുറച്ച് ഒരു 6 മണി സമയമായപ്പോൾ ഞാൻ ഒരു മോരുവെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ ടെറസിലോട്ട് പോയിരുന്നിട്ടാണ് അവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയിരുന്ന് കുറച്ച് നേരം, അവിടെ കുറച്ച് കാറ്റുണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുന്നത് ഇപ്പോൾ കറണ്ട് അഫെയർ ആണ് കേട്ടോ. കറണ്ട് അഫെയറിൻ്റെ സമയം ഇപ്പോൾ ഒരു 6 മണി ടൈം ആയി. അപ്പോൾ ഒരു കറണ്ട് അഫെയറിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കറണ്ട് അഫെയറിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് സൈലത്തിൻ്റെ ബുക്കാണ് കേട്ടോ. സൈലത്തിൻ്റെ ബുക്കാണ്. ഞാനിത് എനിക്ക് തോന്നുന്നു 2021 22 മുതൽ 2024 വരെയുള്ള കറണ്ട് അഫെയർസ് ഇതിലുണ്ട്. സെപ്റ്റംബർ ആ ടൈം വരെയുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതാണിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയി ഇരുന്ന് പഠിക്കുന്നൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുക്കും, പിന്നെ കുറച്ച് നേരം ഉണ്ടായിരിക്കും, പിന്നെ പഠിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരേ അടിയൊന്നും ഇരുന്ന് പഠിക്കലൊന്നും നടക്കില്ല. ബ്രേക്ക് എടുത്തിട്ട് തന്നെ പഠിക്കുള്ളൂ. പക്ഷേ ആ ഒരു ടൈം ടേബിൾ, ഒരു ദിവസം ഒരു ടൈം ടേബിൾ ഇടുന്ന ടൈമിൽ അത് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫുൾ ഡേയുടെ സ്റ്റഡി റൂട്ടീൻ ഞാൻ കാണിക്കാം കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ എങ്ങനെയാണ് എൻ്റെ പഠനം എന്നുള്ളത് ഒരു ദിവസം ഞാൻ എന്തായാലും കാണിക്കാം. എല്ലാ ദിവസമൊന്നും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ മാറ്റം വരാറുണ്ട്, ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് ഓരോ സമയത്ത് ഓരോ പോലെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡെയിലി റൂട്ടീനിൽ മാറ്റം വരാറുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ 10th ലെവൽ എക്സാമിനും ഡിഗ്രി ലെവൽ എക്സാമിനും ഒരേപോലെ പഠിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഡിഗ്രി ലെവലിനാണെങ്കിലും നമ്മുടെ 10th ലെവലിനാണെങ്കിലും കോമൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ചരിത്രം, അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇതിൽ ഒരുപോലെ നിൽക്കുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഡിഗ്രി ലെവലിലാണെങ്കിലും ശരി, 10th ലെവലിലാണെങ്കിലും ശരി. അപ്പോൾ ആദ്യം അത് കണ്ടിന്യൂ ചെയ്ത് അത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. പഠിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ 10th ലെവലിനെയും ഡിഗ്രി ലെവലിനെയും നമ്മൾ വേർതിരിച്ച് രാവിലെ സമയം 10th ലെവലിനും വൈകുന്നേര സമയത്ത് നമ്മൾ ഡിഗ്രി ലെവലിനും പഠിക്കുന്ന പോലെ, അതായത് അങ്ങനെ ഒരു ടൈം നിങ്ങളായിട്ട് തിരിക്കുക. ടൈം തിരിച്ചതിന് ശേഷം ഇന്ന ടൈമിൽ ഇന്നത് എന്നുള്ളത് മാറ്റിയതിന് ശേഷം നമ്മുടെ 10th ലെവലിന് പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പോഴും ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങൾ വേറെയുമായിട്ട് നിങ്ങൾ അങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യം തീർക്കുക. അതിന് ശേഷം 2 ടൈം ഷെഡ്യൂൾ ആക്കിയിട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് പഠിച്ചു തീർക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മുടെ കറണ്ട് അഫെയറിൻ്റെ ബുക്കാണ്. അത്യാവശ്യം എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ബുക്കായിട്ട് എനിക്ക് തോന്നി. കാരണം LDCക്കൊക്കെ ഇതിന്ന് മാക്സിമം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് ഞാൻ തന്നെ കണ്ടു. കാരണം എനിക്ക് എല്ലാം ശരിയാക്കാനായിട്ട് പറ്റി. അതായത് കറണ്ട് അഫെയറിൻ്റെ ഒരുവിധം എല്ലാം ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. പഠിക്കുന്നത് കുറച്ച് നേരമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ ആരെയും കാണിക്കാനായിട്ട് പഠിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു അരമണിക്കൂറാണെങ്കിലും നമ്മൾ സിൻസിയറായി അത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവും. അല്ലാതെ വെറുതെ വായിച്ചു പോയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി പഠിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന ടൈം കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ചാനലുകൾ ഏതൊക്കെയാണ് നോക്കുന്നത്, അതായത് പഠിക്കാനായിട്ട് PSCയുടെ പഠനത്തിനായിട്ട് ഏതൊക്കെ ചാനലുകളാണ് റെഫർ ചെയ്യുന്നതെന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊരു തനി വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. കാരണം ഇതിലെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലായിന്ന് വരില്ല. അപ്പോൾ ഞാൻ ഇതിലൊരു എൻ്റെ ഈവനിങ് റൊട്ടീനാണ് ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ വേറൊരു ഇതായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അത് എല്ലാം കൂടെ നമ്മളെല്ലാത്തിനും നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫിക്കാണെങ്കിലും മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും മാത്സിനാണെങ്കിലും ഞാൻ ഏതൊക്കെ ക്ലാസ്സുകളാണ് ഞാൻ റെഫർ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കറക്റ്റായിട്ട് അത് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി ആ ഒരു സമയം കഴിയാറായി, കുറച്ച് ഇരുട്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു കറണ്ട് അഫെയറിൻ്റെ കാര്യങ്ങൾ തീർത്തിട്ട് ബാക്കിയുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ബുക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ
കാര്യങ്ങളും മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ സൈലത്തിൻ്റെ ഈ ഒരു ബുക്ക് എനിക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബുക്കായിട്ട് തോന്നി. ആദ്യമൊക്കെ സൈലത്തിൻ്റെയൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരുപാട് കംപ്ലയിൻറ്റ്സ്, അതായത് തെറ്റുകൾ വരുന്നുണ്ട് എന്നൊക്കെ. ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി, എനിക്ക് കുറച്ച് ക്രേവിങ്സ് വന്നപ്പോൾ ഞാൻ പുറത്ത് പോയി കുറച്ച് നമ്മുടെ ഈ ബേൽപൂരി അതുപോലെ തന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. കാരണം ആ സമയത്ത് കുറച്ച് കഴിക്കാൻ തോന്നി. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്ത് നിന്നൊക്കെ പോയിട്ടിപ്പോൾ വന്നു. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2024 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ കൂടെ ഒരു PDF ആക്കി അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അത് പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ വൊക്കാബ്സ്പീഡിയയിൽ നമുക്ക് 2021 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ഇയറിലായിട്ട് നടക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു PDF ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിൽ പറയുമ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ളതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് ഞാൻ പഠിക്കാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഫിഷ് ഫ്രൈ, പാവയ്ക്കാത്തോരൻ, അച്ചാറ്, അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഇനി പഠിക്കാനായിട്ട് പോവുള്ളൂ കേട്ടോ. കഴിച്ചത് അങ്ങനെ പോവില്ല. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു എല്ലാവരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ LDCയുടെ കുറച്ച് കാര്യങ്ങൾ, റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, സയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഇത് കുറച്ച് ടച്ച് വിട്ടിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ LDCയുടെ ഒരു റാങ്ക് ഫയലിൽ കുറച്ച് സയൻസിൻ്റെ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ്ങിൽ ഞാൻ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു ദിവസം ഒരു ഫുൾ ഡേയിലുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.